ഓം ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ സങ്കൽപ്പങ്ങളുടെ വിസ്താരത്തെ പതുക്കെ പതുക്കെ മനസ്സിൽ ഉൾക്കൊള്ളിക്കുന്നു, ഒതുക്കി വെക്കുന്നു. വിസ്താരമാകുന്ന വൃക്ഷത്തെ ബീജത്തിൽ സമാവേശമാക്കുന്നു. മനസ്സിൽ സങ്കൽപ്പങ്ങളുടെ കോളിളക്കം തീർത്തും ഇല്ലാതായിരിക്കുന്നു. മനസ്സിപ്പോൾ ശാന്തമാണ്, നിസ്സങ്കൽപ്പസ്ഥിതി. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഒരു ബിന്ദുവിൽ മർജായിരിക്കുന്നു. സർവ്വതും ഒരു ആത്മാബിന്ദുവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. കേവലം ഒരു ബിന്ദു. മാസ്റ്റർ ബീജരൂപമായി മനസ്സ്, ബുദ്ധി, സംസ്കാരമാകുന്ന സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങളെയും ഒതുക്കി ശാന്ത സ്വരൂപസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. സർവസ്ഥൂല കർമ്മേന്ദ്രിയങ്ങളും ഇപ്പോൾ ശാന്തമാണ്. മുഴുവൻ വിസ്താരവും ഒരു ആത്മാബിന്ദുവിൽ ഉൾക്കൊണ്ട് മാസ്റ്റർ ബീജരൂപമായി, ശാന്തസ്വരൂപമായി, ശാന്തിയുടെ സാഗരമായ ശിവബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുന്നു. ശാന്തിയുടെ സാഗരത്തിൽ സമാവേശമാകുന്നു. സ്വീറ്റ് സൈലൻസിന്റെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ മാസ്റ്റർ ബീജരൂപമായി അസീമമായ ശാന്തിയുടെ അനുഭൂതി ചെയ്യുന്നു. ഈ സാകാരവതനത്തിലും ഞാൻ ശാന്തിധാമത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ സർവദേഹത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും, പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. സങ്കൽപ്പത്തിൽ പോലും വികാരങ്ങളുടെ അംശത്തിൽ നിന്നും മുക്തമാകുന്നു. ആലസ്യത്തിൽ നിന്നും, കുട്ടിക്കളിയിൽ നിന്നും മുക്തമായി ശക്തിശാലി മനസ്സിലൂടെ സദാ നിർവികാരി സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നു. ദൃഷ്ടി, വൃത്തി, കർമ്മം സമ്പൂർണ്ണ നിർവികാരിയാകുന്നു. ബ്രഹ്മബാബ് സമാന സർവഗുണസമ്പന്ന സമ്പൂർണ്ണ നിർവികാരി ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും നിർവികാരി പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ പരിധിയില്ലാത്ത ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, വികാരിയിൽ നിന്നും നിർവികാരിയായി മാറുന്നതിന്. അതിനാൽ എന്നിൽ ഒരു ഭൂതവും ഉണ്ടാകരുത്. മനുഷ്യന് സത്യയോഗി രാജപദവി പ്രാപ്തമാക്കുന്നതിനുള്ള
പഠിപ്പ് പരംപിത പരമാത്മാവ് പഠിപ്പിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ഈ ഒരു സമയത്ത് മാത്രം പഠിപ്പിക്കുന്നു. ബാബ പഠിപ്പിക്കുന്നു. കാമത്തിൻ്റെ ഭൂതം, ക്രോധത്തിൻ്റെ ഭൂതം, ലോഭത്തിൻ്റെ ഭൂതം, ഇതെല്ലാം കടുത്ത ഭൂതങ്ങളാണ്. മുഖ്യമായത് ദേഹാഭിമാനത്തിൻ്റെ ഭൂതമാണ്. ഇത് രാവണന്റെ രാജ്യമാണ്. ദേവതകളുടെ ഉള്ളിൽ ഭൂതങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓരോ നരനിലും നാരിയിലും 5 വികാരങ്ങളുണ്ട്. ഞാൻ നിർവികാരിയായി മാറുന്നതിന് പരിധിയില്ലാത്ത ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. പിന്നീട് അരകൽപ്പത്തിന് ശേഷം രാവണൻ ശപിക്കുന്നു. സത്യയുഗത്തിൽ അളവില്ലാത്ത സുഖമായിരുന്നു, സമൃദ്ധമായിരുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമായിരുന്നു, സ്വർഗമായിരുന്നു. ഇപ്പോൾ ഈ കലിയുഗത്തിന് ശേഷം വീണ്ടും ഇവരുടെ രാജ്യം വരും. പരിധിയില്ലാത്ത ബാബ വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾപ്പിക്കുന്നു. ബാബ നോളജ്ഫുൾ ഗോഡ് ഫാദറാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. ഞാൻ പ്രജാപിത ബ്രഹ്മാവിന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണ്. ബാബയുടെ ഒരേ ഒരു പേരാണ് ശിവൻ. പിന്നീട് ഭക്തിമാർഗത്തിൽ അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഭക്തിയിൽ പ്രധാന ലക്ഷ്യമൊന്നുമില്ല. പഠിപ്പ് എന്ന് പറയില്ല. താഴേക്ക് വീണ് തമോ പ്രധാനമായി മാറുന്നു. പിന്നീട് എല്ലാവർക്കും സതോ പ്രധാനമായി മാറണം. ഈശ്വരീയ പിതാവ് സത്യമായ സ്വർഗം സ്ഥാപിക്കുന്നു. അവിടെ അസത്യത്തിൻ്റെ കാര്യമേ ഇല്ല. ഈശ്വരൻ വന്ന് എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നു. ദേവതകളിൽ ഒരു വികാരവും ഉണ്ടാകില്ല. നരകത്തെ സ്വർഗമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. ഈ വൈവിധ്യമാർന്ന മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപൻ ഭഗവാനാണ്. സൃഷ്ടിയുടെ രചയിതാവും ബാബയാണ്. ഇപ്പോൾ ശാന്തി സ്ഥാപിതമാകുകയാണ്. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ പുരുഷോത്തമ സംഗമയുഗം കല്യാണകാരി പുരുഷോത്തമയുഗമാണ്. ഞാൻ സംഗമയുഗത്തിൽ പഠിക്കുന്നു. ഇതിൻ്റെ ഫലം സത്യയുഗത്തിൽ ലഭിക്കും. ഇവിടെ പവിത്രമായി പഠിച്ച് അവിടെ ഉയർന്ന പദവി നേടും. അഥവാ ഏതെങ്കിലും ഭൂതമുള്ളിലുണ്ടെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. പദവിയും കുറഞ്ഞു പോകുന്നു. ആരാണോ സമ്പൂർണമായി മാറി മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നത് അവർ ഉയർന്ന പദവി നേടും. പാപത്തിൽ നിന്നും പുണ്യാത്മാവായി മാറുക തന്നെ വേണം. എനിക്ക് ലക്ഷ്യമുണ്ട്. പഠിപ്പിക്കുന്നത് ഒരേ ഒരു ശിവബാബയാണ്. ബാബ ജ്ഞാനസാഗരമാണ്, സുഖത്തിന്റെ സാഗരമാണ്. എന്നെ കോടാനുകോടി ഭാഗ്യശാലിയാക്കി മാറ്റുന്നു.
വളരെ വലിയ ധനികനായി മാറുന്നു. ആരോഗ്യം, സമ്പത്തും സന്തോഷവും എല്ലാം ലഭിക്കും. സൃഷ്ടിചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് ബാബ പറയുന്നു. ആദ്യം ദേവീ ദേവതാ ധർമ്മം മാത്രമായിരുന്നു. പിന്നീട് ദ്വാപരത്തിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. ഇപ്പോൾ വികാരി ലോകമാണ്. പിന്നീട് ഞാൻ പവിത്രമായി മാറി നിർവികാരി ദേവതയായി മാറുന്നു. ഇത് സ്കൂളാണ്. ഭഗവാന്റെ വാക്കുകളാണ്. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. രാജധാനി നൽകുന്ന പഠിപ്പ് വേറെ എവിടെയുമില്ല. സുപ്രീം ഫാദറും ടീച്ചറും സദ്ഗുരുവും ഒരേ ഒരു ബാബയാണ്. അച്ഛനിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ബാബ എന്നെ സുഖധാമത്തിന്റെ അധികാരിയാക്കുന്നു. രാവണൻ എന്നെ ദുഃഖധാമത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരേ ഒരു ബാബ ടീച്ചറായി പഠിപ്പിക്കാനായി ബ്രഹ്മാവിന്റെ ശരീരത്തിൽ വലതുവശത്ത് വന്നിരിക്കുന്നു. വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിക്കും. ആരാണോ നല്ല രീതിയിൽ പവിത്രമായി മാറി മറ്റുള്ളവരെയും പവിത്രമാക്കി മാറ്റുന്നത്, അവർ പദവിയോടെ പാസ്സാകും. 8ന്റെ മാലയുണ്ടാകും. പിന്നീട് 108ന്റെ മാലയും ഉണ്ടാകും. ഈ മാലയും ഓർമ്മിക്കപ്പെടും. ഇതാണ് പരിധിയില്ലാത്ത അത്ഭുതകരമായ നാടകം. സ്കോളർഷിപ്പ് നേടുന്നതിനായി മറ്റുള്ളവരെയും പവിത്രമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. ഉള്ളിൽ കാമം, ക്രോധം മുതലായ ഏതെല്ലാം ഭൂതങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം പുറത്ത് കളയാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയുടെ വരദാനമാണ് മായയുടെ തണലിൽ നിന്ന് പുറത്തു വന്ന് ഓർമ്മയുടെ കുടത്തണലിൽ ഛത്രഛായയിൽ കഴിയുന്നവരായ ചിന്തയില്ലാത്ത ചക്രവർത്തിയായി ഭവിക്കൂ. മായയുടെ ഛായയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാണ് ബാബയുടെ ഛത്രഛായ. ബാബയുടെ ഛത്രഛായയിലിരിക്കുന്നവർ സദാ ചിന്തയില്ലാത്ത ചക്രവർത്തിയായിരിക്കും. ചിന്തയുണ്ടെങ്കിൽ സന്തോഷം അപ്രത്യക്ഷമാകും. ദുർബലത മായയെ ആഹ്വാനം ചെയ്യും. മായയുടെ നിഴലിൽ സ്വപ്നത്തിൽ പോലും പെട്ടാൽ വളരെ പരവശപ്പെടുന്നു. അതിനാൽ ഞാൻ സദാ ഛത്രഛായയുടെ കീഴിൽ കഴിയുന്നു. വിവേകത്തിന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അശ്രദ്ധയാകുന്ന ലൂസ് സ്ക്രൂവിനെ ടൈറ്റാക്കി സദാ ജാഗ്രതയോടെ ഇരിക്കണം. ഓം ശാന്തി.